ഒരു ശരീരം സ്വയം നടത്തുന്ന പ്രക്രിയയാണ് നിരന്തരമായിട്ട്. ഒരു സെക്കൻഡിൽ 10 തുടങ്ങി 40 ലക്ഷം കോശങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ നിന്ന് ചത്തുപോകുന്നത്. ഒരു സെക്കൻഡിൽ അതായത് നമ്മുടെ ശരീരത്തിൽ 37.5 ട്രില്യൺ കോശങ്ങൾ ഉണ്ടെന്നാണ് ഇപ്പോൾ AI ഇരുന്ന്, വേറെ ജോലിയൊന്നും AIക്ക് ഇല്ലാത്തതുകൊണ്ട് ഇരുന്ന് എണ്ണി തിട്ടപ്പെടുത്തി. അങ്ങനെയാണ് ഇത് പറയുന്നത്. അതിൽ ത്വക്കിലെ കോശങ്ങൾ 28 തുടങ്ങി 30 ദിവസം ജീവിച്ച് മരിക്കും. അപ്പോൾ പകരം വീണ്ടും വരും. ശരീരം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. കരളിലെ കോശങ്ങളുടെ ആയുസ് എന്ന് പറയുന്നത് 200 തുടങ്ങി 400 ദിവസമാണ്. കരളിനൊരു കേടുണ്ടെങ്കിൽ അതിനെ നന്നാക്കി വെക്കാൻ ഒരു കാറിൻ്റെ ബോഡി അല്ല അത് സ്വയം പഴയ കോശങ്ങൾ കേടുപറ്റിയതെല്ലാം മാറുന്നു. നമ്മൾ നീണ്ട ഉറക്കം ഉറങ്ങുകയാണെങ്കിൽ ഈ റിപ്പയറിങ്ങിൻ്റെ പ്രോസസ്സ് കൂടുതൽ വേഗത്തിലാകും. ഉറങ്ങുന്ന സമയത്ത് ശരീരത്തിന് പ്രവർത്തനം കുറവായതുകൊണ്ട് മറ്റ് ജോലികൾ എനർജി ചിലവാക്കുന്നില്ല, മെയിൻ്റനൻസ് നടത്തുകയാണ്, സർവീസ് നടത്തുകയാണ്. ഇപ്പോൾ രോഗം വന്നാൽ അത് മാത്രം പോരാ, കുറേ കൂടെ ലോങ് സ്ലീപ്പ് വേണ്ടി വരും. ശരീരത്തിന് ഇപ്പോൾ ഡൈജസ്റ്റീവ് എനർജി, തെർമൽ എനർജി, പുറത്തുള്ള ആക്ടിവിറ്റീസിന് ചിലവാക്കുന്ന എനർജി, ഇതെല്ലാം ചിലവാക്കാതെ ഉള്ളിലേക്ക് തന്നെ കൊടുത്താൽ ആ എനർജിയും കൂടി എടുത്ത് പൂർണ്ണമായ വിശ്രമത്തിൽ സ്വയം രോഗമാറ്റം നടത്താൻ ശരീരത്തിന് അറിയാം. അപ്പോൾ ഈ ഒരു ഭാഗം വിശ്രമിക്കണമെന്ന് പറയുന്നത്, വിശ്രമിക്കാതെ ഓടി നടക്കുന്ന വണ്ടിക്ക് റിപ്പയർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് ശരിയാവില്ല. അപ്പോൾ നമ്മൾ ഈ ഗുളികയും വായിലിട്ട് അല്ലെങ്കിൽ പ്രകൃതി ചികിത്സയുടെ എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ട് ഓടി നടക്കുന്ന ഒരാൾക്ക് രോഗമാറ്റം കിട്ടില്ല. അല്ല, അപ്പോൾ ഈ കോശങ്ങളുടെ കാര്യം പറഞ്ഞ് ഇത് പോകുമ്പോൾ പുതിയത് വന്നുകൊണ്ടിരിക്കും. ഒരു സെക്കൻഡിൽ നശിച്ചു, അതിൻ്റെ ഡ്യൂട്ടി ടൈം കഴിഞ്ഞു. തലച്ചോറിലെ കോശങ്ങൾ, കണ്ണിലെ ലെൻസ്, പല്ലിലെ ഇനാമൽ, ഇത് മൂന്നുമാണ് മാറ്റമില്ലാന്ന് ശാസ്ത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബാക്കി എല്ലാ കോശങ്ങളും സ്വയം കേടുതീർക്കാൻ അതിനറിയാം, സ്വയം നശിക്കാൻ. സെൽ സിഗ്നലിംഗ് സിസ്റ്റത്തിൽ നിന്ന് മെസ്സഞ്ചർ പ്രോട്ടീൻസ് വന്ന് അപ്പോപ്റ്റോസിസ് ചെയ്യാൻ ആവശ്യപ്പെടുമ്പോൾ പ്രോഗ്രാംഡ് സെൽ ഡെത്ത് എന്നാണ് അതിനെ പറയുക, അത് മരിക്കണം. അപ്പോൾ അങ്ങനെ മരണവും ജനനവും നിരന്തരം ശരീരത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിലാണ് ചികിത്സ യഥാർത്ഥത്തിലുള്ളത്.